അവർക്ക് ബോധം വന്നിട്ടുണ്ട്. അകത്ത് കയറി കാണാം. വിക്രം, അമ്മ കണ്ണോർന്നു. വാ അമ്മേ വാ. ദേവേനി, ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മോളെ, ഞാൻ വിളിച്ച ദൈവം എന്നെ കൈവിട്ടില്ല മോളെ. എന്റെ മരുമോളെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. വിക്രം, കരയാതെ മോനെ, അമ്മയ്ക്കൊന്നുമില്ല. സോറി അമ്മേ, ഞാൻ കരുതിക്കുട്ടി അങ്ങനെ ചെയ്തതല്ല. കല്യാണത്തെ പറ്റി ആരെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ അമ്മേ. ഞാൻ അമ്മയോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. നീ ദേഷ്യപ്പെട്ടതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല വിക്രം. പക്ഷെ നീ എന്നെ വിട്ട് നമ്മുടെ വീട് വിട്ട് പോവാന്ന് പറഞ്ഞില്ലേ, അതാണ് മോനെ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ജീവിതാടാ? ഇപ്പൊ പോലും എനിക്കെങ്ങനെ സംഭവിച്ചാലും എനിക്കൊട്ടും വിഷമമില്ല. എന്റെ ജീവൻ പോകുന്നത് പോലും എനിക്ക് പ്രശ്നമില്ല. അമ്മേ, ദേവ്യാനി, നീ എന്തൊക്കെയാ പറയുന്നേ? ദേവയാനി, നിന്റെ നല്ല മനസ്സിന് ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. നിനക്ക് ദീർഘായുസുണ്ട് മോളെ. ഇല്ല, എനിക്ക് ഒരുപാട് വർഷം ജീവിക്കാൻ ആഗ്രഹമില്ല. എന്റെ മോന് നല്ലൊരു ജീവിതം ഒരുക്കി കൊടുത്തിട്ട് അടുത്ത നിമിഷം എന്റെ ജീവൻ പോയാൽ പോലും എനിക്ക് സമാധാനം ഉണ്ടാവും. എന്റെ മോന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നേ. നിന്നെ തനിച്ച് കഷ്ടത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഈ അമ്മയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. നീ തനിച്ചായോണ്ടല്ലേ ഇങ്ങനെ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെടേണ്ടി വരുന്നത്. അതായിരിക്കും നിന്റെ തലവിധി. നീ എത്ര നാളിങ്ങനെ തനിച്ച് ജീവിക്കുന്ന? ഇതൊക്കെ കൊണ്ടാ ഞാൻ നിനക്കൊരു ആൺതുണ വേണോന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എന്താടി, ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ്? ഞാൻ എന്തേലും പറയുമ്പോ എന്നെ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതമൊക്കെ ശരിയാവുന്ന? നിന്നെ കാണെ അമ്മയ്ക്ക് വിഷമാവോ വിജി? എന്താ നീ അത് മനസ്സിലാക്കാത്ത? അമ്മേ, അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ എനിക്കതിന് എന്തെങ്കിലും സ്ട്രെസ്സോ ഡിപ്രഷനോ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ആന്റിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പക്ഷേ നീ നൽകാൻ പോകുന്ന വാക്കാണ് അമ്മയുടെ മനസ്സിനെ സുഖപ്പെടുത്താൻ പോകുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോ നീയാണ് അമ്മയ്ക്കൊരു മരുന്നായിട്ട് അസുഖം ഭേദമാക്കണ്ടേ. എന്താടി ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിനക്ക് പറ്റില്ലെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം നിന്റെ ഇഷ്ടത്തിന് ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേ വേണ്ട. നിനക്ക് ഭദ്രമായ ഒരു ജീവിതം, അത് നീ വേണ്ടാന്ന് വെച്ച ജീവിതം, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ടേ ഞാൻ ഈ ഭൂമിന്ന് പോവും. അമ്മേ, ദയവ് ചെയ്ത് അമ്മ പറയുന്നത് കേൾക്കുമോനെ. അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. എന്തായാലും നിനക്കൊരു തുണ വേണം. എന്റെ പേരക്കുട്ടിക്കൊരമ്മയും വേണം. അമ്മേ, വിജി, അമ്മ ഇത്ര നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ? നീ അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. അയ്യോ യമുനെ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല യമുനെ. ഇതുവരെ ഞാൻ അനുഭവിച്ചതൊക്കെ തന്നെ മതിയെന്നാ എനിക്ക്. വീണ്ടും ഞാൻ ആ നരക ജീവിതത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടി വിജി, നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും നിന്റെ മോക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ പറയണതൊന്നും അനുസരിച്ച് പറ്റൂ. നിനക്ക് എപ്പോഴെങ്കിലും വയ്യാത്ത സമയത്ത് നിന്നെ പോലെ തന്നെ മോളെ നോക്കാൻ ഒരാളെയും കൂടി അവൾക്ക് ആവശ്യമില്ലേ? വിക്രം, ആന്റിയുടെ വിഷമം അത്രയും നിന്നെ ഓർത്തിട്ടാ. നീ ഒരു കല്യാണം കഴിച്ചാ ആന്റിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു. സമ്മതിക്ക് വിക്രം.